കോർപ്പറേഷൻ ഓഫീസിൽ മേയർക്കും ഡെപ്യൂട്ടി മേയർക്കുമെല്ലാം CPIM ആക്രമണത്തിൽ പരുക്കുപറ്റിയ വിഷയത്തിൽ മേയർക്ക് പിൻവാതിലിലൂടെ പോയിക്കൂടായിരുന്നോ എന്ന് കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത് ഒരു മാധ്യമപ്രവർത്തകൻ മേയർ VV രാജേഷിനോട് സൂചിപ്പിച്ചു. അങ്ങനെ പിറകിലെ ഗേറ്റിലൂടെ കടക്കാൻ വേറെ ആളെ നോക്കിയാൽ മതി. മുൻപിലെ ഗേറ്റിലൂടെ കടക്കാനല്ലേ എന്നെ മേയറാക്കിയത്? പുറകിലത്തെ ഗേറ്റിലൂടെ കടക്കുന്നവരെ അവർ കണ്ടിട്ടുള്ളൂ, മുൻപിലത്തെ ഗേറ്റിലൂടെ കടക്കുന്നവരെ അവർ കണ്ടിട്ടില്ല. ഞങ്ങൾ മുൻപിലത്തെ ഗേറ്റിലൂടെ കടക്കുന്നവരാണ്, കടന്നില്ലേ? അവർ മുൻപിൽ തന്നെ ഇരിക്കെ ദേ കടന്നിരിക്കുകയാണ് എല്ലാവരും. അതുകൊണ്ട് അതൊക്കെ കയ്യിൽ വെച്ചാ മതി, അതൊക്കെ AKG സെന്ററിൽ പോയി പറഞ്ഞാ മതി. മേയറെ കാണാൻ വരുന്നവരെ രാവിലെ മുതൽ ഭീഷണിപ്പെടുത്തുക, മേയറുടെ ഓഫീസിന്റെ മുന്നിലിരുന്ന് മുദ്രാവാക്യം വിളിക്കുക, അവരുടെ മുദ്രാവാക്യത്തിന് കീഴടങ്ങി ഞാൻ തിരികെ പോകണം. എന്നെ ജനങ്ങൾ തെരഞ്ഞെടുത്തത് ജനങ്ങളുടെ കാര്യം നോക്കി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് വരുമ്പോഴേക്കും ഓഫീസിന് മുന്നിൽ കസാര വലിച്ചിട്ട് മുടക്കുന്നു. ഇവർക്ക് രണ്ട് സൈഡിലിരുന്ന് സമരം ചെയ്യാമല്ലോ, ഞങ്ങളൊന്നും പറയില്ല. റോഡിൽ അവർ രണ്ട് സൈഡിലും സമരം ചെയ്യുന്നു. അവരുടെ സമരത്തിന് ഞങ്ങൾ എപ്പോഴെങ്കിലും എതിര് പറഞ്ഞിട്ടുണ്ടോ? അത് അവരുടെ സമരം ചെയ്യാനുള്ള അവകാശമാണ്, ഞങ്ങൾ അതിനെ ബഹുമാനിക്കുന്നു. പക്ഷെ ഇവിടെ മേയറുടെ റൂമിൽ കയറാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞാൽ അത് നടക്കില്ല. അതൊക്കെ അവിടെ വെച്ച് തന്നെ അവസാനിപ്പിക്കും. ഇതിന്റെ അടിസ്ഥാന പ്രശ്നം അതൊന്നുമല്ല. ഈ കുറെ നേതാക്കന്മാർ കുറെ കടകളൊക്കെ വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്. പാളയത്തെ ഗുണ്ടാപ്പിരിവ് നിന്നു. അത് കിട്ടിക്കൊണ്ടിരുന്നത് ഈ പലർക്കുമാണ്. അതൊക്കെ നിന്നപ്പോൾ പട്ടിണിയാകുമെന്ന ആശങ്കയിലാണ് ഈ പാളയത്തെ ഗുണ്ടാപ്പിരിവ് നിർത്തിയതും കോർപ്പറേഷനെ വെള്ളിങ് എടുത്ത് പാർട്ടി ഓഫീസ് നടത്തിയത് ഒഴിപ്പിച്ചത്, അതിനുള്ളിൽ നിന്ന് മദ്യക്കുപ്പികൾ പിടിച്ചതുമൊക്കെ വലിയ ആശങ്കയാണ്. അതുകൊണ്ട് അവർ കൈവിട്ട കളി കളിക്കുകയാണ്. അത് നടക്കില്ല, ഞങ്ങൾ ചില കാര്യങ്ങൾ തീരുമാനിച്ചു തന്നെയാണ് എന്ന് മേയർ രാജേഷിന്റെ മറുപടിയും മേയറായ VV രാജേഷിനോട് അടിച്ചു നിൽക്കാൻ തിരുവനന്തപുരത്തെ ഒരു കമ്മി നേതാവിനും പറ്റില്ല എന്നതാണ് യാഥാർത്ഥ്യം.